നിരാലംബയായ വീട്ടമ്മയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. കായംകുളം ചേരാവള്ളി വീരശ്ശേരി കിഴക്കതിൽ ഉമയമ്മ എന്ന 57-കാരിയെയാണ് ഏറ്റെടുത്തത്. ഇവരെ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ഗാന്ധി ഭവനെ ബന്ധപ്പെട്ട് അഭയമൊരുക്കിയതെന്ന് കനകക്കുന്ന് പോലീസ് അറിയിച്ചു. നിരാലംബയായ വീട്ടമ്മയെ പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുക്കുകയായിരുന്നു. കായംകുളം ചേരാവള്ളി വീരശ്ശേരിയിൽ കിഴക്കതിൽ ഉമയമ്മ എന്ന 57-കാരിയെയാണ് കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. ഇവരെ മക്കൾ പോലീസ് സ്റ്റേഷനിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പോലീസ് തുടരുന്നത് ഇങ്ങനെ: ഉണ്ടായിരുന്ന സ്ഥലവും വീടും വിറ്റ് മൂത്ത മകളെ ഇവർ വിവാഹം കഴിപ്പിച്ച് അയച്ചു. ഭർത്താവ് ശശി മരിച്ചതോടെ ഹോട്ടൽ ജോലി ചെയ്തും കാറ്ററിംഗ് ജോലി ചെയ്തുമാണ് ഉമയമ്മ ജീവിച്ചിരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി പക്ഷാഘാതം സംഭവിച്ച് നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവർ. കഴിഞ്ഞ ദിവസം മൂത്ത മകൾ ഇവരെ ഇളയ മകളുടെ അടുത്ത് എത്തിച്ചെങ്കിലും അവർ നോക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തി. രണ്ട് മക്കളും മാതാവിനെ നോക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് ഗാന്ധി ഭവനുമായി ബന്ധപ്പെടുകയായിരുന്നു. ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശാനുസരണം ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ, സാമൂഹ്യ പ്രവർത്തകനായ ഷംനാഥ് വന്തികപ്പള്ളി എന്നിവർ പോലീസ് സ്റ്റേഷനിലെത്തി ഉമയമ്മയെ ഗാന്ധി ഭവനിലേക്ക് ഏറ്റെടുത്തു. സബ് ഇൻസ്പെക്ടർ ശിവദാസ് മേനോൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സനൽകുമാർ, സുരേഷ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉമയമ്മ ഗാന്ധി ഭവനിലേക്ക് യാത്രയായത്. ഇന്നലെ വൈകുന്നേരം കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ മക്കൾ ഉപേക്ഷിച്ച ഒരമ്മയെ കാണുകയുണ്ടായി. സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ 57-കാരിയായ കായംകുളം ചേരാവള്ളി സ്വദേശിയായ ഉമ്മയമ്മ എന്ന അമ്മ ഇടത് സൈഡ് പക്ഷാഘാതം സംഭവിച്ച് വളരെ ദയനീയ അവസ്ഥയിൽ നടക്കാൻ പോലും പ്രയാസപ്പെട്ട് പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. തുടർന്ന് അവർക്ക് സംരക്ഷണം നൽകുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ ആ അമ്മയെ പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുക്കുകയും ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിൽ സംരക്ഷണം നൽകി വരികയുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നൊരു പ്രവണത അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ സമൂഹത്തിന് വളരെ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ രണ്ട് പെൺമക്കൾ അവരുടെ മാതാവിനെ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ ഒറ്റപ്പെടുത്തിയെന്ന ഈയൊരു അവസ്ഥ അത് വളരെ ദയനീയമാണ്. കാരണം ആ അമ്മ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചത് ഹോട്ടലുകളിൽ പോയി പാചകം ചെയ്ത് തീച്ചൂട് ഏറ്റുവാങ്ങി കിട്ടിയ വരുമാനം കൊണ്ടാണ് ആ മക്കളെയൊക്കെ നോക്കിയതും അവർക്കൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതും. തൻ്റെ കിടപ്പാടവും വീടും വിറ്റുകൊണ്ട് ആ അമ്മ മൂത്ത മകളെ വിവാഹം കഴിച്ചയച്ചു. പിന്നീട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഹോട്ടലുകളിലും ക്യാൻറ്റീനുകളിലും അടുക്കളപ്പണി ചെയ്ത് കിട്ടിയ വരുമാനം സ്വരൂപിച്ച് രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചയച്ചു. അങ്ങനെ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഇടതുവശം പക്ഷാഘാതം സംഭവിച്ച അമ്മയെ മൂത്ത മകൾ ഇളയ മകളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ വന്നപ്പോൾ അവരവിടെ കയറ്റാത്ത അവസ്ഥയായി. മുതുകുളം ചൂളത്തെരുവിലുള്ള ആ മകൾ ഇറക്കി വിട്ടതോടെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്തത്. തുടർന്ന് എല്ലാ മക്കളും പോലീസ് സ്റ്റേഷനിൽ വന്നെങ്കിലും അമ്മയെ അവിടെ തനിച്ചാക്കി അവരെല്ലാം അവിടുന്ന് പൊയ്ക്കഴിഞ്ഞു. അങ്ങനെ അവസാനം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ആ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ സംരക്ഷണം ഒരുക്കുകയും ആ അമ്മയ്ക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷയും അവർക്ക് വേണ്ടുന്ന ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഗാന്ധി ഭവനിൽ ഉറപ്പുവരുത്തുമെന്നും ബഹുമാനപ്പെട്ട സോമരാജൻ സാറ് അറിയിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.